വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസാല ചീസ് മാക്രോണിയാണ്. ക്രീമൊന്നും ആഡ് ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മാക്രോണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതൊന്ന് ചെറു ചൂടായിട്ട് ഇങ്ങനെ വരുന്ന ടൈമിൽ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടീസ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒഴിച്ചാലുള്ള പ്രത്യേകത ഇത് തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഏകദേശം 5 മിനിറ്റ് മതി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട മാക്രോണി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് മാറ്റിക്കളയാം. അതിൽ വെള്ളം നന്നായി പോയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനൊക്കെ ഇവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളി, ക്യാരറ്റ്, 2 തരം റെഡും ഗ്രീനും ക്യാപ്സിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് കളറ് മാറി വന്ന ശേഷം ഇതിലേക്ക് നമ്മുടെ ഉള്ളി പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. കളറ് മാറുന്നത് വരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഗ്രീൻ ക്യാപ്സിക്കനും റെഡ് ക്യാപ്സിക്കനും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇത് നിന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കുക്കാവുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ കുക്കായതിനു ശേഷം അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി അതിലോട്ട് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മളുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മെയിൻ ഐറ്റമായി നമ്മളുടെ മാക്രോണി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ മസാലയും മാക്രോണിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചീസൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ മസാല മാക്രോണിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നത്. ഇത് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ മസാല ചീസി മാക്രോണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചീസൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രീമൊന്നും ആഡ് ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ചീസും മക്രോണിയും ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.